ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് ഒരു ചെറിയ ബിസിനസ് ഐഡിയയുമായിട്ടാണ്. ചെറിയ ബിസിനസ് ഐഡിയ എന്ന് പറയുമ്പോൾ തിമാറ്റിക് ആയിട്ടുള്ള ബിസിനസ് ഐഡിയകൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വീടിന് ചുറ്റുമുള്ള സംഭവങ്ങൾ വെച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. ഞാൻ പലതരത്തിലുള്ള ഇലകളെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. പ്ലാവില, മാവില, ഇതൊക്കെ വെച്ചിട്ടുള്ള ബിസിനസ്സുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. പല ആളുകളും ചോദിക്കാറുണ്ട് ഇതൊക്കെ പ്രായോഗികമാണോ? തീർച്ചയായിട്ടും പ്രായോഗികമാണ്. പക്ഷെ വി ഹാവ് ടു ബി സീരിയസ്. അത് ബൾക്കായിട്ട് ചെയ്യും വേണം, എന്നാൽ മാത്രമേ ഇതൊക്കെ വർക്കൗട്ട് ആവുകയുള്ളൂ. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് എനിക്ക് ഒരുപാട് എൻക്വയറീസ്, പ്രത്യേകിച്ചും ബ്രഹ്മ ലേണിംഗ് സൊല്യൂഷൻസിലേക്കും എനിക്ക് പേഴ്സണലായിട്ടും ഒക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചു എന്തൊക്കെ ഇലകൾ വെച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാം. ഇലകൾ വെച്ചുകൊണ്ട് ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മിക്കവാറും ഇത്തരത്തിലുള്ള ഇലകളെല്ലാം എഡിബിളാണ്, കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കറി വെച്ച് കഴിക്കാൻ പറ്റുന്ന ഇലകളുണ്ട്, അല്ലെങ്കിൽ ഈ ഫാസ്റ്റ് ഫുഡിൻ്റെയൊക്കെ ഒപ്പം ലെറ്റ്യൂസൊക്കെ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇലകളുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് സാധ്യതകളാണ് ഇലകൾക്കുള്ളത്. ഇലകൾക്കുള്ള പോഷക ഗുണങ്ങൾ ഇന്ന് വളരെയധികം പോപ്പുലറുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ഇലകളെ ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ ഇലകളാണ് നമുക്ക് ശരിക്കും ബിസിനസ്, ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ഉണ്ടാക്കി തരാൻ സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ വളരെ കാലങ്ങളായിട്ട് വളരെ സാധാരണ രീതിയിൽ എടുക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റുപാടും ഒക്കെ കാണുന്ന ഇല തന്നെയാണ് മുരിങ്ങയുടെ ഇല. മുരിങ്ങക്കായ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മുരിങ്ങക്കായ പലതരത്തിൽ കറി വെച്ചൊക്കെ ഉപയോഗിക്കാറുണ്ട്. മുരിങ്ങക്കായ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പച്ചക്കറിയാണ്. പല ആൾക്കാരും എത്രമാത്രം സാമ്പാറിലൊക്കെ ഇടുമെന്നുള്ളതല്ലാതെ അതിനെ എത്രമാത്രം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സംശയമാണ്. കാരണം വളരെ ഫൈബ്രസ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഒപ്പം തന്നെ മെഗ്നീഷ്യത്തിൻ്റെ വലിയൊരു കോണ്ടൻ്റ് ഉള്ള സംഭവമാണ് മുരിങ്ങ. അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇല ഡ്രൈ ചെയ്യാം, മുരിങ്ങയുടെ ഇല കറി വെച്ച് കഴിക്കാം, ഒപ്പം അത് പൗഡർ ഫോമിൽ ഉപയോഗിക്കാം. പൗഡറിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്നൊരു സാധനമാണ് മുരിങ്ങ. അതുപോലെ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, അതുപോലെ തന്നെ അയൺ കോണ്ടൻറ്റ്, ഇതെല്ലാം മുരിങ്ങ നമുക്ക് തരുന്നുണ്ട്. മനുഷ്യന് ഒരു ദിവസം ആവശ്യമായിട്ടുള്ള ഏകദേശം ഒരു 400-420 മില്ലിഗ്രാം മെഗ്നീഷ്യം നമുക്ക് മുരിങ്ങയുടെ ഇല കഴിച്ചാൽ കൃത്യമായി കിട്ടും എന്നുള്ളതും അതിന് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പം മുരിങ്ങ ഇല കൊണ്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് ആക്ച്വലി ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് ഞാൻ പോകുന്നില്ല, അത് സെപ്പറേറ്റ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി ഉപയോഗിക്കാൻ പറ്റുന്ന ചില ഇലകൾ കൂടി ഞാനിന്ന് പരിചയപ്പെടുത്താം. മറ്റൊന്ന് തുളസിയാണ്. തുളസി എല്ലാ വീടുകളിലും ഉണ്ടാവും. തുളസി ചിലപ്പോൾ നമ്മൾ വളരെ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിച്ച് നിർത്തിയിരിക്കുകയാണ്. തുളസിയുടെ വലിയ കൃഷി ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് തുളസി. വെറുതെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ തുളസി കഴിക്കുമ്പോൾ നമുക്കറിയാം അതിനുണ്ടാകുന്ന ഒരു എഫക്റ്റ് നമുക്കറിയാം. തുളസി വെച്ചിട്ട് ഒരുപാട് തരത്തിലുള്ള ക്യാൻഡീസ് ഉണ്ടാക്കുന്നുണ്ട്, ഹെർബൽസ് ഉണ്ടാക്കുന്നുണ്ട്, ഹെർബൽ ടോണിക്സ് ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ പലതരത്തിലുള്ള മെഡിസിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് കൂടിയാണ് തുളസി. ഇത് നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപയോഗിച്ചിട്ട് പലതരത്തിലുള്ള കോസ്മെറ്റിക്സും ഔഷധങ്ങളും നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ വലിയ വലിയ ഫാർമസ്യൂട്ടിക്കൽസ്, വലിയ കോസ്മെറ്റിക് കമ്പനീസ്, ഇവരെല്ലാം തന്നെ, വലിയ ബ്രാൻഡുകളെല്ലാം തന്നെ ഈ തുളസി വലിയ പ്രാധാന്യത്തോടു കൂടി സമീപിക്കുന്ന ഒരു ബിസിനസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മുരിങ്ങയുടെ ഒപ്പം തന്നെ തുളസിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ലീഫാണ് ബിസിനസ് ഉണ്ടാക്കാനായിട്ട്. മറ്റൊരു ഇല വെറ്റിലയാണ്. കാലങ്ങളായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു ഇലയാണ്. ഈവൻ ഇപ്പോൾ വെറ്റില നമ്മൾ ചവയ്ക്കുമ്പോൾ തന്നെ വെറ്റിലയിൽ നിന്ന് വരുന്ന ആ ഒരു സത്ത് നമ്മളെ പ്രത്യേക ഒരു എനർജി തരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് എനർജി ബൂസ്റ്ററാണ്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹെർബൽ മെഡിസിൻസിൽ ഉപയോഗിക്കുന്ന ഒരു ഇല കൂടിയാണ് ബിറ്റർ ലീവ്സ് അഥവാ വെറ്റില എന്ന് പറയുന്നത്. അപ്പോൾ വെറ്റില കൃഷിയും നല്ല രീതിയിൽ നമുക്ക് ലാഭം തരാവുന്ന ഒരു കൃഷി തന്നെയാണ്. റോ ആയിട്ട് വെറ്റില കൊടുത്താലും ഇന്ന് നല്ല പൈസ കിട്ടാനുണ്ട്. കാരണം പണ്ടത്തെ പോലെ വളരെ വ്യാപകമായിട്ട് ഈ കൃഷി ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെറ്റിലയ്ക്കും വലിയ സ്കോപ്പ് തന്നെയാണുള്ളത്. മറ്റൊരു ഇല ഗ്വാവ ലീവ്സ് ആണ്. ഗ്വാവ എന്ന് പറഞ്ഞാൽ പേരക്കയുടെ ലീവ്സ് ആണ്. അപ്പോൾ പേരയ്ക്ക പലപ്പോഴും ഈ പേരമരമൊക്കെ നമ്മളുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവും. പക്ഷേ നമ്മൾ പേരക്കയുടെ ഫ്രൂട്ടിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വളരെ രസകരമായ കാര്യം, നിങ്ങൾ ആലിബാബയിലോ അല്ലെങ്കിൽ ഇന്ത്യ മാർട്ടിലോ അല്ലെങ്കിൽ ആമസോണിലോ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പേരയുടെ ഇല സാധാരണ രീതിയിൽ പച്ചയ്ക്കുള്ള ഇലയും അത് ഉണക്കിയ ഫോമും ഒക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാം. അത് ചാക്ക് കണക്കിന് വിൽക്കാൻ വെച്ചിരിക്കുന്നതായിട്ട് കാണാം. കിലോവിന്, ഉണങ്ങിയ ഇലയ്ക്ക് കിലോവിന് ഏകദേശം 50-55 രൂപയൊക്കെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഒപ്പം തന്നെ ഇതിൻ്റെ പൗഡർ ഫോമിലുള്ള സംഭവങ്ങൾ ലഭ്യമാണ്. ഒരുപാട് ഹെർബസ്യൂട്ടിക്കൽസിൽ, ഫാർമസ്യൂട്ടിക്കൽസിൽ, ന്യൂട്രസ്യൂട്ടിക്കൽസിലെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഇല കൂടിയാണ് ഗ്വാവ അഥവാ പേരക്കയുടെ ഇല എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിലൊക്കെ ഇത്തരം ബിസിനസ്സുകളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഇത് വലിയ രീതിയിൽ ഒരു വ്യവസായമായി ചെയ്തു കഴിഞ്ഞാലാണ് ഇതിനെ നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ബിസിനസ്സാക്കി മാറ്റാൻ സാധിക്കുക. അപ്പോൾ അവിടെയാണ് പലപ്പോഴും ചെറുകിട രീതിയിൽ നമുക്ക് തുടങ്ങാം. എൻ്റെ വീട്ടിൽ 2 പേരമരമുണ്ട്, അത് വെച്ച് നമുക്ക് തുടങ്ങാം എന്നൊക്കെ പറയുമ്പോൾ അൾട്ടിമേറ്റ്ലി അത് വയബിൾ അല്ലാതെ പോകുന്നത്.
കാരണം ഏതെങ്കിലും ഒരു കമ്പനിയായിട്ട് ഒരു ടൈപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അവർക്ക് സപ്ലൈ ചെയ്യേണ്ടി വരും, സ്ഥിരമായിട്ട് ചില ക്വാണ്ടിറ്റി കമ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാവുമ്പോഴാണ് ഇതിനൊരു ബിസിനസ്സാക്കി വളർത്താൻ സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഇലയാണ് ആര്യവേപ്പിൻ്റെ ഇല. ആര്യവേപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു മരമാണ്. അതുകൊണ്ട് തന്നെ ആര്യവേപ്പിൻ്റെ ഇല വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമായിട്ട് തന്നെ കരുതപ്പെടുന്നുണ്ട്. ഇത് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ വരെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ജ്യൂസുകൾ ഉണ്ടാക്കാനും എഡിബിൾ ആയിട്ടുള്ള പലതരത്തിലുള്ള ഡ്രിങ്കുകൾക്കും ഒക്കെ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഒരു ഔഷധം പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ആര്യവേപ്പ് മിക്സ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ സത്ത് മിക്സ് ചെയ്തിട്ടുള്ള ജ്യൂസുകൾ ഉണ്ടാക്കുന്നതൊക്കെ വളരെയധികം ഇന്ന് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ പൗഡർ ഫോമിലുള്ള ഉപയോഗവും വളരെ കൂടുതലാണ്. ഇത് സോപ്പ് തുടങ്ങിയ കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ടാക്കുന്നതിനും വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് അശ്വഗന്ധയുടെ ഇലയാണ്. അശ്വഗന്ധയുടെ ഇലയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ട്രെസ് കുറയ്ക്കുകയും എനർജി ബൂസ്റ്ററുമാണ്, നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ എനർജി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും ചിലപ്പോൾ നമ്മളൊന്ന് ആക്ടിവേറ്റ് ചെയ്യാനും ഒക്കെ, ഈവൻ സെക്ഷുവൽ ആയിട്ടുള്ള ഒരു ഉത്തേജനത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന ഇല കൂടിയാണ് ഈ പറയുന്ന അശ്വഗന്ധയുടെ ഇല എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സാധനങ്ങൾ ഇനി ഒരുപാട് ഇലകളുണ്ട്. ആക്ച്വലി ആയുർവേദത്തിൽ ഏതാണ്ട് എല്ലാ ഇലകളും തന്നെ ആയുർവേദത്തിൽ വളരെ പ്രസക്തമായ പങ്ക് വഹിക്കുന്ന ഇലകളാണ്. എന്നാലും നമ്മുടെ ചുറ്റും കാണുന്ന കുറച്ച് ഇലകളെക്കുറിച്ച് ഞാൻ പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഇലകൾ കൃഷി ചെയ്തിട്ട് തന്നെ അതിൻ്റെ ഏറ്റവും റോ ആയിട്ടുള്ള ഫോമിൽ വേണമെങ്കിൽ ഈ ഔഷധശാലകൾക്ക് കൊടുത്ത് തന്നെ നമുക്ക് പൈസ ഉണ്ടാക്കാം. അതല്ലാതെ ഒരു വാല്യൂ അഡീഷൻ കൊണ്ടുവന്ന് അതിനെ പൗഡർ ഫോമാക്കിയോ ടാബ്ലറ്റ് ഫോമാക്കിയോ ജ്യൂസ് ഫോമാക്കിയോ അല്ലെങ്കിൽ ഇതിനൊരു പൾപ്പ് ഫോമാക്കിയോ ഒക്കെ വിറ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ പറയുന്ന സമയത്ത് ആൾക്കാർ എന്നോട് ചോദിക്കുന്നൊരു കാര്യം, എന്നാൽ പിന്നെ താങ്കൾക്ക് തന്നെ ഇതൊക്കെ എടുത്തൊന്ന് പൾപ്പാക്കിയിട്ട് വിറ്റ് കാശുണ്ടാക്കിക്കൂടെ, നിങ്ങൾക്ക് കോടീശ്വരനായിക്കൂടെ എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റും ഒരുപാട് ബിസിനസ് ഐഡിയാസ് നമുക്ക് കാണാൻ സാധിക്കും. പെർട്ടിക്കുലർലി ആസ് എ ബിസിനസ് കൺസൾട്ടൻറ്റ് എല്ലാ ബിസിനസ്സുകളിലും കൈവയ്ക്കുക എന്നുള്ളത് ഒരു കാരണവശാലും ശരിയായ ഒരു രീതിയല്ല. നമുക്ക് ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും കൃത്യമായി അറിയാവുന്ന ബിസിനസ്സുകളിലായിരിക്കണം നമ്മൾ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിലൊരു പാഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു അവസരമാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം അവസരങ്ങളാണ്. ഈ അവസരങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കുക, നല്ലൊരു ടീം ഉണ്ടാക്കുക, നല്ല രീതിയിൽ സിസ്റ്റംസ് ഉണ്ടാക്കുക, നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുക, ഉറപ്പായിട്ടും വിജയിക്കും. ഇതൊരു കൃത്യമായ പ്ലാൻ ഉണ്ടാക്കി മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്ലാൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പ്ലാൻ നമുക്ക് തരാൻ സാധിക്കുന്നതാണ്. പ്ലാൻ പലതരത്തിലുണ്ട്. ചെറിയ മൈക്രോ പ്ലാനുകൾ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ അടക്കമുള്ള അഡ്വാൻസ്ഡ് പ്ലാനുകളാണ് ആവശ്യമെങ്കിൽ അതും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഉടനെ കാണാം.